അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ എൻ്റെ ഗൾഫ് ജീവിതം വീഡിയോ ഇടുകയാണ് കേട്ടോ. കുറച്ച് ദിവസമായി ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണം. ഓക്കെ. അതെ, ഞാനും എൻ്റെ അറബി ഫാമിലിയും കൂടെ മസ്കറ്റിൽ നിന്ന് ദുബായിക്ക് പോയി. ദുബായിക്ക് പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുബായിലാണ് പർച്ചേസിങ്ങിന് നല്ല വില കുറവിൽ സാധനങ്ങൾ കിട്ടും. അപ്പോൾ കാറിന് പോകണം, 5 മണിക്കൂർ മതി ദുബായിക്ക് കേട്ടോ. അപ്പം അങ്ങനെ ഞാനും 2 കുട്ടിയോടും അറബിച്ചും കൂടെ ദുബായിക്ക് പോയി. അവിടെ ചെന്ന് പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ കുറേ തുണികളും സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ട് അറബിച്ച് കച്ചവടം ചെയ്യും. ടീച്ചറാണ്. അപ്പോൾ ഇവള് സ്കൂളിൽ കൊണ്ടുവച്ചിട്ട് സെക്കൻഡ് നമ്മളിപ്പോൾ കളിക്കാനായിട്ട് ബെല്ലടിക്കില്ലേ സ്കൂളിൽ എന്ന മാതിരി ആ ടൈമിന് ഇവള് കച്ചവടം ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് തുണികളും സ്പ്രേയും സോപ്പും അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാനായി പോണത്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി, കാറിൽ പോയി 5 മണിക്കൂർ ഇരുന്ന് അവിടെ ചെന്ന് ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ വാടകയ്ക്ക് സ്ഥലം എടുത്തു വാടകയ്ക്ക് ഒരു റൂം എടുത്ത് ഫ്ലാറ്റിൻ്റെ മുകളിൽ ചെന്നു. കുട്ടികളും ഞാനും അവിടെ ചെന്നു. അവിടെയൊക്കെ കയറി അവർ കുറച്ച് നേരം ഇരുന്നു കാപ്പിയൊക്കെ കുടിച്ച്. അപ്പോൾ താഴെ തന്നെ ഹോട്ടലൊക്കെ ഉണ്ട്. ഞാൻ കഴിച്ച്. അപ്പോൾ ഞങ്ങളൊക്കെ കൂടി പർച്ചേസിങ്ങിന് പോയി. അപ്പോൾ അവിടെ ചെന്ന് കണ്ടാലേ വലിയ കടകളും, നമുക്ക് എന്താ പറയുക, പകുതി വിലയ്ക്ക് മസ്കറ്റിലത്തെ സാധനത്തിൻ്റെ പകുതി വിലയ്ക്ക് അവിടെ സാധനങ്ങൾ കിട്ടും. അങ്ങനെ സ്പ്രേയും സോപ്പും പിന്നെ തുണികളും ഇഷ്ടംപോലെ സാധനങ്ങൾ അങ്ങോട്ട് മേടിച്ച് കൂട്ടി. അപ്പോൾ ഞങ്ങളൊക്കെ കൂടി ഞങ്ങളുടെ അടുത്ത റൂമിൽ കൊണ്ടുപോയി അവിടെ വെച്ച് കഴിഞ്ഞ് നമുക്ക് എന്നിട്ട് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ഒരു ദിവസം അവിടെ നിൽക്കുകയാണ് കേട്ടോ. കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് താഴെ ഹോട്ടലിലേക്ക് വന്നപ്പോൾ അവിടെ ഈ തമിഴന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, ഇത് എവിടേക്ക് വന്നതാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മലയാളിയാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ പർച്ചേസിങ്ങിന് വന്നതാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊക്കെ കുറച്ച് നേരം സംസാരിച്ചു. ഇവർക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ സംസാരിക്കുന്നത്, എന്നാലും സംസാരിച്ച് ഈ സാധനങ്ങളൊക്കെ മേടിച്ച്. അപ്പോൾ എന്നോട് ചോദിക്കുക, ഡൈല അതാരാ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് ഞങ്ങളുടെ നാട്ടുകാർ കണ്ടപ്പോൾ സംസാരിച്ചതാ, മലബാറിയാന്ന് പറഞ്ഞു കേട്ടോ. തമിഴാന്ന് പറയാൻ പോയില്ല. അങ്ങനെ അവിടേക്ക് വെച്ച് സംസാരിച്ച് ചായയൊക്കെ കുടിച്ച് വന്ന് ഭക്ഷണം കഴിച്ച്, രാത്രി ഇറങ്ങി പോയി ഭക്ഷണം കഴിച്ച് വന്ന് ഇവർ എന്നെയും പിള്ളേർ അവിടെ ആക്കിയിട്ട് ഇവർ വെറുതെ പുറത്തേക്ക് കറങ്ങാൻ പോയപ്പോൾ കൊച്ചു കുട്ടീനിട്ടാ കറങ്ങാൻ പോയപ്പോണ്ട് ഇത് താഴത്തെ ഹോട്ടലിലുള്ള തമിഴൻ കണ്ടു ഇവർ പോണത്. തമിഴൻ എന്താ ചെയ്തേ, അവിടെ നിന്ന് കയറി വന്ന് ബെല്ലടിക്കുക. അപ്പോൾ ബെല്ലടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തുറന്നു. എന്തേലും ചോദിച്ചു. ഒന്നല്ല, അയ്യോ അവരിവിടെ ഇല്ലല്ലോ, സംസാരിക്കാൻ വന്നതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, സംസാരിക്കാൻ പറ്റിയ സമയമല്ല, അത് വേണ്ട. കാരണം നിങ്ങൾ സംസാരിക്കും, എന്നിട്ട് ആരെങ്കിലും കാണുക, അല്ലെങ്കിൽ അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാലോ എനിക്കല്ല കുറ്റം. നിങ്ങൾ എന്തിട്ട് പണി ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ കുറേ വഴക്ക് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അത് കുഴപ്പമില്ല, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞു. അത് ഞരമ്പ് രോഗമെന്ന് എനിക്ക് മനസ്സിലായി, ഗൾഫല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് പറ്റില്ല കേട്ടാ, എൻ്റെ അറബിച്ചിന്തി ഇപ്പോൾ വരും, അവർ 5 മിനിറ്റിനുള്ളിൽ വരുന്ന പറഞ്ഞു എന്നും പറഞ്ഞ്. അങ്ങനെ ഇയാൾ ദേഷ്യപ്പെട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇവരോട് പറയാൻ പോയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അയാളെ പിടിച്ച് തല്ലി, അറബികളല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, പറയാൻ പോയില്ല. എന്നിട്ട് അങ്ങനെ അപ്പം എന്നോട് പറയണ്ടെന്നും പറഞ്ഞിട്ട് 5 റിയാൽ, ഒമാൻ റിയാൽ 5 റിയാൽ എടുത്ത് കാണിക്കുക. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, അത് പറയാതിരിക്കാനാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ അങ്ങനെ പറയൂല, ഞാൻ അങ്ങനത്തെ ആളല്ല, എനിക്കങ്ങനെ ഇഷ്ടമല്ല ഒരാളെ തല്ലു വിളിക്കും. നിങ്ങൾ അറിവില്ലാണ്ട് വന്നു, പക്ഷെ നമ്മൾ അങ്ങനെ പാടില്ലല്ലോ എന്നും പറഞ്ഞ് ഞാൻ മേടിച്ചില്ല കേട്ടാ. എന്നിട്ട് അങ്ങനെ അറബിച്ചൊക്കെ രാത്രി 12 മണിയായപ്പോൾ വന്ന്. അങ്ങനെ പിന്നെ കിടന്നു. രാവിലെ ആയപ്പോൾ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി അങ്ങനെ പോവുകയാണ്. പോയി വീട്ടിൽ കഴിഞ്ഞ് പിറ്റേ ദിവസം സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ ഇവള് രാവിലെ കൊണ്ടുപോകും, സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ എന്താ പറയുക, ഇൻ്റർവെല്ലിൻ്റെ സമയത്താണ് സാധനങ്ങളൊക്കെ വിൽക്കുക. അങ്ങനെ കൊണ്ടുപോയി അവിടെ ചെന്ന് സാധനങ്ങളൊക്കെ കച്ചവടമായി കഴിഞ്ഞിട്ട് ഈ കാശ് മുഴുവൻ കവറിലാക്കും.
മേടിച്ച് കവറിലാക്കുള്ളൂ. ഇവിടെ എണ്ണി നോക്കില്ല, കവറിലാക്കിയിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുവരിക കേട്ടോ. വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിൽ നമുക്കിത് എണ്ണുക എന്ന് പറയും. അപ്പം ഞങ്ങളിങ്ങനെ വട്ടട്ടിട്ട് എണ്ണും മസ്കറ്റിൻ്റെ പൈസകൾ എണ്ണി 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 വെക്കും. കുറേ നേരം വേണം എണ്ണ. അപ്പം അങ്ങനെ എണ്ണി 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 വെച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഒരു അഞ്ചിൻ്റെ റിയാൽ നോട്ട് ഈ പുൽപ്പായയുടെ അടിയിൽ പോയി. പുൽപ്പായ നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുക. ഇതിൻ്റെ അടിയിൽ പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിടവുണ്ടായിരുന്നു പുൽപ്പായയ്ക്ക്, അതിൻ്റെ അടിയിൽ പോയി. പൈസ എണ്ണി വെച്ചപ്പോൾ വിളിക്ക്. അപ്പോൾ ഇതിൽ ഒരു 5 റിയാൽ കിട്ടിയ ഓർമ്മ വിളിക്കുന്നുണ്ട്. ഇവിടെ അപ്പം 5 റിയാൽ കാണാല്, 5 റിയാൽ കാണാല്, 5 റിയാൽ കാണാല്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലില്ല. ഞാൻ എൻ്റെ അവിടെ കുടഞ്ഞ് കാണിച്ചിട്ട് കൊടുത്തു. അപ്പം ഇല്ലല്ല, എല്ലാം എടുത്തിട്ടില്ല എന്നറിയാം. 5 റിയാൽ പോയി, വഴി കാണാല്, വഴി കാണാല്, ഇതന്നെ പറയുക. അപ്പം ഞാനെന്ത് ചെയ്തു? അപ്പം അതും പറഞ്ഞു ഇവള്. അതും കഴിഞ്ഞ് ഇവരൊക്കെ സന്ധ്യ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ട് അപ്പം അന്ന് തന്നെ പുൽപ്പായ മടക്കിയില്ല കേട്ടോ. രാവിലെ പുൽപ്പായ ഞാൻ നിർത്തി മടക്കിപ്പിട്ട് 5 റിയാൽ ഇതിൻ്റെ അടിയിൽ കിടക്കണു. അപ്പം ഞാൻ അത് വേഗം എടുത്ത് അവിടുത്തെ കുട്ടിയുടെ മോനെ അതൊക്കെ അമ്മ നല്ല 5 റിയാൽ കാണാല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാവരും സംശയിച്ചില്ലേ, ഇതിൻ്റെ അടിയിലായിരുന്നു കേട്ടോ എന്നും പറഞ്ഞ് എടുത്ത് അർപ്പിച്ചു വന്നപ്പോൾ ഞാൻ കൊടുത്തു. അപ്പം അർപ്പിച്ചിക്ക് സന്തോഷമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിശ്വാസമാണ് ആൾക്കേ. അപ്പം അങ്ങനെ കുറേ കഥകളുണ്ട് കേട്ടോ. പിന്നെ അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ. ഓക്കെ, നന്ദി, നമസ്കാരം, വലൈക്കും അസ്സലാം.